ഹായ് ഹലോ ഫ്രണ്ട്സ്, GMT കിച്ചണിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്ന് ഉള്ള വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ചപ്പാത്തി ന്യൂഡിൽസാണ്. അപ്പം ഞാനും ഇതൊന്ന് ട്രൈ ചെയ്തു, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ആദ്യം നമുക്കിതിന് വേണ്ടത് ചപ്പാത്തിയാണ്. നമുക്ക് ചപ്പാത്തി ആദ്യം റെഡിയാക്കി വെക്കാം. ഞാനൊരു 7 ചപ്പാത്തി ചുടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചപ്പാത്തി ഇതുപോലെ ചുട്ടെടുക്കുക. ചപ്പാത്തി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഓക്കെ, ഇതുപോലെ നല്ല സൂപ്പർ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മസാലക്കൂട്ടുകൾ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കൊരു വലിയൊരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഉള്ളി വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു പണിയുണ്ട്. ഒരു കഷ്ണം ക്യാരറ്റ് നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ബീൻസ് അരിഞ്ഞത്, 2 പച്ചമുളക്, പിന്നെ ഒരു തക്കാളി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 5-6 വെളുത്തുള്ളിയും കൂടി അരിഞ്ഞത്. ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഉള്ളി ഇതുപോലെ നന്നായി വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതുപോലെ വെളുത്തുള്ളിയും ഉള്ളിയും കൂടി നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതുപോലെയാണ് അരിയേണ്ടത്. ക്യാരറ്റ്, പിന്നെ ബീൻസ്, പച്ചമുളക്, ഇതൊക്കെ ചേർത്ത് വീണ്ടും നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുന്നവരെ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് വഴന്നു വരുന്ന സമയം കൊണ്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് അടിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാരറ്റും ബീൻസും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് ചേർക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ ഇതുപോലെ ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് നമ്മുടെ മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. മസാലക്കൂട്ടുകൾ എന്ന് പറയുമ്പോൾ ഒരല്പം മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി എന്ന് പറയുന്നത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഗരം മസാലയാണ്. ഞാനൊരു നുള്ള് ഗരം മസാല കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി പച്ചമണം മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കാശ്മീരി മുളക് ചേർത്തത് കൊണ്ട് ഇതുപോലെ നല്ല കളറിലായിട്ട് കിട്ടും. ഇനി എരിവ് കൂടുതൽ ആവശ്യമുള്ളവരാണെങ്കിൽ ഇതിൻ്റെ കൂടെ അല്പം സാധാരണ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വഴന്ന് പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു വലിയൊരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരല്പസമയം വേവിച്ചെടുക്കാം. ഈ തക്കാളി അടച്ച് വെച്ച് വെന്ത് കിട്ടുന്ന സമയം നോക്കിയിട്ട് നമുക്കൊരല്പം പണി ഇപ്പുറത്തുണ്ട്. നമുക്കത് ചെയ്തിട്ട് വരാം. വേറെ ഒന്നുമല്ല, നമ്മുടെ ചപ്പാത്തി എടുക്കുക. ചപ്പാത്തി ഇതുപോലെ റോള് ചെയ്ത് വെച്ച് നമുക്കിതിനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്നത് ഇതുപോലെ കത്രിക വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് കത്തി വെച്ചിട്ടോ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുക. ഇതുപോലെയാണ് അരിഞ്ഞ് കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിലേ നമുക്കത് നൂഡിൽസ് പോലെ കിട്ടത്തുള്ളൂ. കണ്ടോ? ഓക്കെ, അപ്പോൾ ചപ്പാത്തിയൊക്കെ ഇത് അരിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്നത് ഇതുപോലെയായിരിക്കും.
അത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വേർതിരിച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് സെറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ മസാല റെഡിയായി ഒന്ന് നോക്കാം. ഇതാ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ ഇതാ ഇതുപോലെ ഒരു കയ്യിൽ വെച്ച് ഉടച്ചു കൊടുക്കുക. ഓക്കെ, മസാല റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഉപ്പ് ഒന്ന് നോക്കുക. ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കിയെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഇതിലോട്ടൊരല്പം വെള്ളമാണ്. ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒരിക്കലും കൂടി പോകരുത്. ഇതുപോലെ ഇത്രയേ വേണ്ടു. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ഒരിക്കലും കൂടി പോകാതെ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്, എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ കിട്ടിയതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മുടെ ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ചപ്പാത്തി ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാ ഭാഗവും ചപ്പാത്തിയുടെ എല്ലാ ഭാഗവും മസാല പിടിക്കണം. അതുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ 2 കൈയിലെടുത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എങ്കിലേ എല്ലാ ഭാഗത്തും നമുക്ക് മസാല പിടിക്കത്തുള്ളൂ. ഇത് നമുക്ക് കുറച്ചൊരു പണിയാണ്, അപ്പോൾ അത് നോക്കി ചെയ്യാം. കുറച്ച് സമയം ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നമ്മളെല്ലാ ഭാഗത്തും മസാലക്കൂട്ടുകൾ പിടിക്കും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ബ്രേക്ക്ഫാസ്റ്റ് ആയാലും സ്കൂളിലോട്ട് ലഞ്ചിനായി കഴിഞ്ഞാലും നമുക്കിത് കൊണ്ടു കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വലിയവർക്കും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് വേണ്ടത് ഇതിലോട്ട് അല്പം മല്ലിച്ചപ്പാണ്. മല്ലിച്ചപ്പ് കൂടി ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ചപ്പാത്തി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇത്ര എളുപ്പത്തിൽ കഴിയുന്ന പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിടാം. ചൂടോട് കൂടിയിട്ടുള്ള നമ്മുടെ ചപ്പാത്തി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി 1000 നന്ദി പറയുന്നു. ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ ഇതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പോയി പെട്ടെന്ന് സബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.